കേരള കോൺഗ്രസുമായുള്ള കോൺഗ്രസിന്റെ നിർണായകമായ സീറ്റ് ചർച്ച ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ജോസഫ് വിഭാഗത്തിന്റെ 4 സീറ്റ് ഏറ്റെടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. കഴിഞ്ഞ തവണത്തെ പോലെ 10 സീറ്റുകൾ വേണം എന്ന നിലപാടിൽ ഉറച്ച് കേരള കോൺഗ്രസും നിലപാടിൽ നിൽക്കുകയാണ്. പക്ഷേ ഈ നീക്കം അംഗീകരിക്കാനാവില്ല എന്നതാണ് അവരുടെ നിലപാട്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ, കോതമംഗലം, ഒപ്പം കുട്ടനാട്, ഇടുക്കി, ഒപ്പം ചങ്ങനാശ്ശേരിയും ഇങ്ങനെ ഒരു സീറ്റ് കൂടിയാണ് പ്രധാനമായും കോൺഗ്രസ് ഏറ്റെടുക്കാൻ ലക്ഷ്യമിടുന്നത്. ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകാം, പകരം പൂഞ്ഞാർ സീറ്റ് നൽകണം. ഇതാണ് കേരള കോൺഗ്രസിൻ്റെ ആവശ്യം. ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുന്നെങ്കിൽ കൂടിയും ഇത്ര വ്യാപകമായി സീറ്റുകൾ പിടിച്ചെടുക്കുക, അതായത് 10 സീറ്റിൽ നിന്നും അത് 6 ചുരുക്കാനുള്ള നീക്കത്തെ ജോസഫ് ഗ്രൂപ്പ് ശക്തമായി എതിർക്കുകയാണ്. പക്ഷേ ഇതിലെങ്ങനെ ധാരണയുണ്ടാക്കുമെന്ന പ്രസക്തമായ ചോദ്യം കൂടി ഉയരുന്നുണ്ട്. നമുക്ക് നോക്കാം. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കേരള കോൺഗ്രസിൻ്റെ നിലപാടും കോൺഗ്രസിൻ്റെ നിലപാടും ഇത് തമ്മിൽ ചേർന്ന് പോകുന്നതല്ല നിലവിലുള്ള ചർച്ചകളിൽ. ഇന്നത്തെ തിരുവനന്തപുരം ചർച്ചയിൽ ഒരു സമവായം നമുക്ക് പ്രതീക്ഷിക്കണോ? ഈ 4 സീറ്റോളം പിടിച്ചെടുക്കുമെന്ന കോൺഗ്രസ് നിലപാട് എത്ര കണ്ട് കേരള കോൺഗ്രസ് അംഗീകരിക്കാൻ സാധ്യതയുണ്ട്? സജിത്ത്, ഇന്നത്തെ ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ കൂടി അങ്ങനെ സീറ്റ് ആവശ്യപ്പെട്ടാൽ അത് വിട്ടുകൊടുത്താൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ കൂടി അത് വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകുകയും പല നേതാക്കളും പാർട്ടി വിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇതിൽ പല അനൗപചാരിക ചർച്ചകളും നടന്നതാണ്. അതിൽ ചില സീറ്റുകൾ കോൺഗ്രസിനെ വിട്ടു നൽകാൻ അന്ന് ജോസഫ് ഗ്രൂപ്പ് സമ്മതിച്ചതാണ്. അങ്ങനെയാണ് 10 സീറ്റിൽ ഏതാണ്ട് 7ഓളം സീറ്റുകൾ മാത്രമായിരിക്കും ജോസഫ് ഗ്രൂപ്പിന് ഉണ്ടാകുക എന്ന തരത്തിലുള്ള വാർത്ത നമ്മൾ അന്ന് നൽകിയത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ജോസഫ് ഗ്രൂപ്പിനും വലിയ ആത്മവിശ്വാസമായി. അതുകൊണ്ട് തന്നെ ജില്ലയിലുടനീളം ഇടുക്കിയിലും ഉൾപ്പെടെ വലിയ വിജയം പലയിടത്തും ഉണ്ടാക്കാൻ കഴിഞ്ഞു UDF സംവിധാനം എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ സീറ്റുകളുടെ എണ്ണം ഇനി വെട്ടിച്ചുരുക്കാനാകില്ല. സംസ്ഥാനത്തൊരു UDF ഭരണത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുന്നു എന്നും ജോസഫ് ഗ്രൂപ്പ് കണക്ക് കൂട്ടുകയാണ്. അവിടെയാണ് ഈ തർക്കങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു അയഞ്ഞ അവസ്ഥയിൽ നിന്ന് ഒരു കടുത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അതാണ് മിനിയാന്ന് കോട്ടയത്ത് ചേർന്ന ജോസഫ് ഗ്രൂപ്പിന്റെ ഉന്നതാധികാര സമിതി യോഗവും 10 സീറ്റ് തന്നെ വേണം എന്ന നിലപാടിൽ എടുത്തത്. ഒരുപക്ഷെ ചർച്ചകൾ വീണ്ടും തുടരുകയും ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ വിട്ടുവീഴ്ചയ്ക്കും ജോസഫ് ഗ്രൂപ്പ് ചിലപ്പോൾ തയ്യാറായേക്കും. അത് ചില സീറ്റുകൾ വിട്ടു നൽകാനായിരിക്കും ആലോചന. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ 7ലേക്കൊക്കെ എത്തുമോ എന്ന സംശയം ഇനിയും ബാക്കിയാണ്. പല ജില്ലാ ഘടകങ്ങളും ഇതിനകം രംഗത്ത് വന്നിരുന്നു. ഇപ്പൊ ഇടുക്കി സീറ്റ് ഏറ്റെടുക്കുന്നതിനെതിരെ ഇടുക്കി ജില്ലാ ഘടകം രംഗത്ത് വരുന്നു. തിരുവല്ലയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. അങ്ങനെ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് കാര്യങ്ങൾ കയ്യിൽ നിൽക്കുന്ന നിലയിലല്ല ഇപ്പോൾ ഉള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കോൺഗ്രസും ഇതിൽ കാര്യങ്ങൾ വിശകലനം ചെയ്തു വരികയാണ്. പ്രത്യേകിച്ചൊരു വലിയ തർക്കമുണ്ടായത് അത് UDF സംവിധാനത്തെ ആകെ ബാധിക്കും. ഒരു തർക്കത്തിലൂടെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അത് ചേർന്നതല്ല എന്ന് അവർ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോസഫ് ഗ്രൂപ്പ് ഉൾപ്പെട്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയിൽ നിന്ന് കയറാൻ കോൺഗ്രസിന്റെ ഒരു സഹായം ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 4 സീറ്റ് ഏറ്റെടുക്കുക എന്നുള്ളതിലേക്കൊന്നും കാര്യങ്ങൾ എത്താൻ സാധ്യതയില്ല. പക്ഷെ 1-2 സീറ്റ് ഏറ്റെടുക്കണം, 1-2 സീറ്റെങ്കിലും ഏറ്റെടുക്കണം എന്ന നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. എന്തായാലും പക്ഷേ ഇന്നൊരു അന്തിമ തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വിട്ടുവീഴ്ചയ്ക്ക് ജോസഫ് ഗ്രൂപ്പിന് തയ്യാറാകാൻ കഴിയാത്തൊരു സാഹചര്യം ആ പാർട്ടിയിലെ നേതാക്കൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചകൾ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ചില സീറ്റുകൾ വെച്ചുമാറുന്നതിന് ജോസഫ് ഗ്രൂപ്പ് തയ്യാറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റുമാനൂരും പൂഞ്ഞാറും പോലുള്ള സീറ്റുകൾ പരസ്പരം വെച്ചുമാറുന്നത് പോലെ കോട്ടയം ജില്ലയിൽ അത്തരം ചില ചർച്ചകൾ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊക്കെയും ഇനി ഒരു അന്തിമമായ വ്യക്തത വരണം എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസത്തെ ഇന്നത്തെ ചർച്ച, തുടർന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, ഇതെല്ലാം ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. സജിത്ത്, വളരെ പ്രധാനപ്പെട്ട കാര്യമായി അത് മാറുകയാണ്. ഡാൻ കുര്യൻ കൂടി നമുക്കുണ്ട്, ഒപ്പമുണ്ട്. ഡാൻ, ഈ കേരള കോൺഗ്രസുമായുള്ള ചർച്ചയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളം പിടിക്കാനുള്ള തന്ത്രപ്രധാനമായ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 10 സീറ്റ് കൈവശം വെച്ചിട്ട് 2 മാത്രം വിജയിച്ചുവെന്ന കേരള കോൺഗ്രസിന് അത്ര ശക്തിയില്ല എന്ന തിരിച്ചറിവിൽ പിടിച്ചെടുക്കുക, അവിടെ മറ്റുള്ളവർ മത്സരിക്കട്ടെ, അവർ ലക്ഷ്യം വയ്ക്കുന്ന സീറ്റുകൾ, ഇപ്പോൾ കുട്ടനാട് സീറ്റ് തന്നെ ഏറെ തർക്ക വിഷയമാണ്. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രത്തിൽ കേരള കോൺഗ്രസിൻ്റെ ദുർബലനായ സ്ഥാനാർത്ഥി വന്ന് മത്സരിക്കുന്നു, അങ്ങനെ ഇടതുപക്ഷം ആ സീറ്റിൽ വിജയിക്കുന്നു. ഇതൊക്കെയാണ് അവിടുന്ന് പ്രാദേശികമായി വരുന്ന വികാരം. ഏറ്റുമാനൂരും
സമാനമായ അവസ്ഥകളുണ്ട്. പൂഞ്ഞാർ സീറ്റ് വിട്ടുകൊടുക്കുമോ എന്ന ചോദ്യമുണ്ട്. അപ്പോൾ കോൺഗ്രസ് അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കൂടി സീറ്റുകൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ കേരള കോൺഗ്രസ് വിട്ടുവീഴ്ച തന്നെ ചെയ്യണം എന്ന നിലപാടിൽ തന്നെയാണോ കോൺഗ്രസും? അതായത് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ തന്നെ, അതായത് നേരത്തെ അവർ മത്സരിച്ചിരുന്ന അതേ മണ്ഡലങ്ങൾ ഇത്തവണയും തങ്ങൾക്ക് ആവശ്യമാണ് എന്ന നിലപാടിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ചില സീറ്റുകൾ വെച്ച് മാറുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളായിരിക്കണം. ഇതാണ് അവരുടെ ഒന്നാമത്തെ ആവശ്യം. അതോടൊപ്പം UDF-നും അതായത് കോൺഗ്രസിനും കഴിഞ്ഞ തവണ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ മണ്ഡലങ്ങളിൽ ഇനി കോൺഗ്രസ് ഇല്ല എന്നല്ലല്ലോ എന്ന ഒരു അവകാശവാദമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. അതായത് കോൺഗ്രസ് മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ ഇത്തവണയും കോൺഗ്രസ് മത്സരിക്കുന്ന പോലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ ജോസഫ് വിഭാഗത്തിന് വീണ്ടും അവസരം നൽകണം. ഇത്തവണ രാഷ്ട്രീയ സാഹചര്യം മാറി മറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അത് അവർക്ക് അനുകൂലമായി മാറും എന്ന ഉറച്ച നിലപാടിലാണ് ജോസഫ് വിഭാഗം. ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് മുന്നണി യോഗം, അതായത് കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെയുള്ള മുന്നണിയിലെ UDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇന്നും നാളെയുമൊക്കെയായി വിശദമായ ചർച്ചകൾ നടത്തും. നേരത്തെ 2 ദിവസം മുമ്പ് നടത്താനിരുന്ന ചർച്ചയാണത്. അതേസമയം നേതാക്കന്മാരുടെ അസൗകര്യം മൂലം പിന്നീട് അത് മാറ്റിവെക്കുന്ന ആ ചർച്ചകൾ ഒരുപക്ഷെ ഇന്നും നാളെയുമായി നടന്നേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർക്ക് 10 സീറ്റ് വേണം എന്നതാണ് ജോസഫ് വിഭാഗത്തിൻ്റെ ആവശ്യം. കോൺഗ്രസിനെയും അതോടൊപ്പം മുന്നണിയിലെ മറ്റ് കക്ഷികളെ സമ്മർദ്ദത്തിലാക്കുന്നത് മാണി വിഭാഗത്തെ, അതായത് കേരള കോൺഗ്രസ് എമ്മിനെ UDF-ന് ഭാഗമാക്കാൻ കഴിയും എന്ന വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. മധ്യകേരളത്തിൽ അത് വലിയ സ്വാധീനമുണ്ടാക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. അതേസമയം ആ നീക്കത്തിൽ ചെറിയൊരു പാളിച്ച സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ പ്രാതിനിധ്യം, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ അടക്കം പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഒരേ ഒരു കക്ഷിയായി, ഘടകകക്ഷിയായി കൂടെയുള്ള ജോസഫ് വിഭാഗമാണ്. അവരെ തഴഞ്ഞാൽ അത് സഭയെ തഴയുന്നതിന് തുല്യമാകും എന്നൊരു ആശങ്ക വരും. അത്തരത്തിലുള്ള പ്രചാരണങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത തരത്തിൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്നതാണ് നേതൃത്വത്തിന് മുമ്പിലെ വെല്ലുവിളി. അവിടെ സഭയുടെ സമ്മർദ്ദ നീക്കം അടക്കം ഫലം കാണുമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ജോസഫ് വിഭാഗത്തെ അനുനയിപ്പിക്കാനായി എത്ര സീറ്റുകൾ പരമാവധി നൽകും, അതിൽ തന്നെ ജയസാധ്യതയുള്ള സീറ്റുകൾ എത്ര, ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം UDF-ൻ്റെ കക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിന് കൃത്യമായൊരു ഉത്തരം ലഭിക്കും. അത് ഇന്നും നാളെയുമായി നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, ഇപ്പോഴത്തെ ഈ കോൺഗ്രസിൻ്റെ നീക്കത്തിൽ സഭാ നേതൃത്വം ആർക്കൊപ്പം നിൽക്കുമെന്നത് ഒരു പ്രധാനപ്പെട്ട തർക്ക വിഷയമായി മാറുമോ? ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം വരും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് കരുതിയ ചില കരുനീക്കങ്ങൾ, അതിലാണല്ലോ ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നൊരാവശ്യം. എന്തായാലും തൽക്കാലത്തേക്ക് ജോസ് കെ മാണി വരുമെന്ന് കോൺഗ്രസും കരുതുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അതല്ലെങ്കിൽ വലിയ നാടകീയ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കണം. അപ്പോൾ ജോസ് കെ മാണി വിഭാഗം വരുന്നില്ലെങ്കിൽ കോൺഗ്രസിന് ഈ കടുംപിടുത്തം ആവശ്യമായി വരുമോ കോട്ടയം മേഖലകളിൽ, പ്രത്യേകിച്ച് ജോസഫ് വിഭാഗം കൈവശം വെച്ചിരിക്കുന്ന സീറ്റുകളിൽ? സഭാ നേതൃത്വത്തിന് ഒരു പരിധിയിൽ കവിഞ്ഞ് എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്ന ചോദ്യമാണ് സജിത്ത് അവിടെ ബാക്കിയാവുന്നത്. പ്രത്യേകിച്ച് നേതാക്കളാരും പരസ്യ പ്രതികരണം നടത്തില്ല, പൊട്ടിത്തെറിയുടെ ഭാഗത്തേക്ക് പോകില്ല. ഇപ്പോൾ PJ ജോസഫോ ചർച്ചയിൽ പങ്കെടുക്കുന്ന മോൻസ് ജോസഫോ ഒന്നും പോകില്ല. അതേസമയം തന്നെ താഴെ തട്ടിൽ വെടിപൊട്ടിച്ചു തുടങ്ങിയിരിക്കുന്നു നേതാക്കൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഇടുക്കി ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് മാധ്യമങ്ങളെ അവിടെ കണ്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ കുഞ്ഞുകോശി, ഇപ്പോൾ കഴിഞ്ഞ തവണ തിരുവല്ലയിൽ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ ഈ പാർട്ടിയിൽ അർഹതപ്പെട്ടവരെ തഴയുന്നു എന്ന ആരോപണവുമായി, ചില പേയ്മെന്റ് സീറ്റ് വിവാദം എന്ന സമാനമായ രീതിയിൽ ചില ആരോപണവുമായി രംഗത്ത് വരുന്നു. അങ്ങനെ ഈ താഴെത്തട്ടിൽ വാർത്തകൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പല പ്രാദേശിക നേതാക്കളും പൊട്ടിത്തെറിച്ചുള്ള അഭിപ്രായവുമായി രംഗത്ത് വരുന്നത് ആ മുന്നണിയെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ കോൺഗ്രസിന്റെ സമ്മർദ്ദതന്ത്രം എത്രത്തോളം ഫലം കാണുമെന്നതാണ് ചോദ്യം, സഭയുടെ മുന്നിലെത്തിയാൽ പോലും. അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പൊ കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ ആകെ 20% സീറ്റിലേ ജയിച്ചിട്ടുള്ളൂ. കേരള കോൺഗ്രസും മത്സരിച്ചതിൽ 20% സീറ്റിൽ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ശതമാന കണക്കുകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 10ൽ 2 സീറ്റ് വിജയിച്ചു എന്നതാണെങ്കിൽ പോലും ഇതേ സമാന അവസ്ഥ തന്നെയാണ് കോൺഗ്രസിനും ഉണ്ടായിട്ടുള്ളത്. തങ്ങൾക്ക് മാത്രമല്ല കഴിഞ്ഞ തവണ തോൽവി ഉണ്ടായിട്ടുള്ളത് എന്ന് വിശദീകരിച്ചുകൊണ്ടൊരു മറുന്യായം പറയുന്നുണ്ട്.
എന്തായാലും മുന്നണിയുടെ ഈ അത്ര എളുപ്പത്തിൽ അങ്ങ് ജയിച്ച് അധികാരത്തിലെത്താമെന്നുള്ള കണക്കുകൂട്ടലൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. അവിടെ എത്രത്തോളം വലിയൊരു തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അതേ ആത്മവിശ്വാസം തന്നെയാണ് ജോസഫ് ഗ്രൂപ്പിനും ഇപ്പുറത്ത് ഈ സീറ്റ് ചോദിക്കുന്നതിൽ അല്ലെങ്കിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി നിൽക്കുന്നത്. തൽക്കാലം എന്തായെങ്കിലും ജോസ് കെ മാണിയെ കൂട്ടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു കണക്കുകൂട്ടൽ ഇപ്പോൾ നടത്താൻ സാധ്യതയില്ല. അതിനുള്ള സാഹചര്യം മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ ചില നേതാക്കൾ ഒരുപക്ഷെ ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് പാർട്ടി വിട്ട് അവസാന ഘട്ടത്തിൽ എത്തിയാൽ അവർക്ക് സീറ്റ് നൽകേണ്ടി വരും. എന്തായാലും നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സാഹചര്യമല്ല. കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് UDF ഈ സീറ്റ് ചർച്ച വിഷയങ്ങൾ. അത് എങ്ങനെ ഉരുത്തിരിഞ്ഞു വരും എന്നുള്ളത് ഇനിയുള്ള മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ കൂടിയൊക്കെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കേരള കോൺഗ്രസും തമ്മിലുള്ള നിർണായകമായ മറ്റൊരു ചർച്ച കൂടിയാണ് നടക്കുന്നത്. എന്തായാലും ആ ചർച്ചകൾക്കൊടുവിൽ എന്ത് നടക്കുമെന്നത് കണ്ടറിയണം. കേരള കോൺഗ്രസിനെ അനുനയിപ്പിച്ചൊപ്പം നിർത്താൻ തന്നെയായിരിക്കും ശ്രമം കോൺഗ്രസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.